എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോക്ക് എടുക്കാൻ വേണ്ടി കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ കൂടില്ലേ? സെൽഫ് കൺട്രോൾ ചെയ്താൽ മതി. അറിയാം, യാത്ര ചെയ്യുന്ന ദിവസം മാത്രമേ നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പം മാത്രമല്ല ഇവിടെ ഹെവി ആയിട്ട് കഴിക്കുന്നുള്ളൂ. ബാക്കി ദിവസം ഡയറ്റ് ചെയ്യും. വീട്ടിൽ പോകുമ്പോൾ ഡയറ്റ് ചെയ്യണം. അത് ചെയ്താലേ ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പം നൈറ്റ് ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യുക, ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. എന്നിട്ട് അങ്ങനെ 2 ദിവസം ഡയറ്റ് ചെയ്ത് കഴിഞ്ഞ് 3-ാം ദിവസം യാത്ര ചെയ്യുക, ഇതേപോലെ കഴിക്കുക. ഇത് പറഞ്ഞാൽ ഒരു ഒട്ടക ജീവിതം. കോട്ടയത്തെ പ്രശസ്തമായ തട്ടുകടയിലെ ഭക്ഷണം തേടിയാണ് അത്താഴത്തിനായി ആന്റണിക്കൊപ്പം രാത്രിയിൽ ഞാൻ ഇറങ്ങിയത്. നേരത്തെ കേട്ടറിഞ്ഞ കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള റോട്ടിലെ ഈ തട്ടുകടയിലാണ് ഞങ്ങൾ എത്തിയത്. വാഴയിലയിൽ പൊതിഞ്ഞ മത്സ്യങ്ങൾ ചുട്ടെടുക്കാനായി നിരത്തി വച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. പോത്തിന്റെ വാരിയല് കറിയും കപ്പയും അപ്പവും വാഴയിലയിൽ ചുട്ടെടുത്ത മീനുമാണ് കഴിക്കാനായി ഞങ്ങൾ അവിടെ നിന്നും തിരഞ്ഞെടുത്തത്. പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റായ അപ്പത്തിനും പുട്ടുപോലെ വെന്തുടഞ്ഞ കപ്പയ്ക്കും മുകളിലേക്ക് ആവി പറക്കുന്ന വാരിയല് കറി വിളമ്പി ഒഴിക്കുകയാണ് ആന്റണി. നല്ല ചൂടല്ലേ ഉണ്ടാക്കിയുള്ളൂ. നല്ല ഗ്രേവിയാണ്. പീസ് ചൂടാ. ശരിക്കും ചൂടാ. ശരിക്കും ചൂടാ. ഒരു പ്രത്യേകതരം രുചിയാണ് വാഴയിലയിൽ ചുട്ടെടുത്ത ഈ മത്സ്യത്തിന്. അവരുടേതായ രഹസ്യ രുചിക്കൂട്ടുകൾ ചേർത്ത് ചുട്ടെടുത്തതാണ് മത്സ്യമെന്ന് കഴിച്ചപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. ഭക്ഷണത്തിന് ശേഷം കുടിക്കുവാനായി അല്പം ലെമൺ ടീ കൂടി ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തി. രാത്രികാലങ്ങളിൽ തട്ടുകടയിലെ നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ രുചി ഒത്തിരി ഇഷ്ടപ്പെടും. കപ്പയോ? കപ്പയുണ്ട്. നല്ല വെണ്ണ പോലത്തെ കപ്പ. ഫ്രഷാന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ട്. മീൻ എങ്ങനെയുണ്ട് ചേട്ടാ? മീൻ കൊള്ളാം കേട്ടോ. അതിൽ വാഴയിലേ പൊള്ളിച്ചെടുക്കുന്നതുകൊണ്ട് ആ വാഴയിലയുടെ രുചി എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റുണ്ട്. സൂപ്പറാണ് മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ കപ്പ നമ്മളെപ്പോഴും കഴിക്കുന്നതാണ്. പ്രത്യേക രുചിയില്ല. കപ്പയുടേതായ രുചി. വാരിയല് പോത്ത് വാരിയല് കറിക്കും സാധാരണ ബീഫ് കറിയുടെ, പക്ഷെ മീൻ എനിക്ക് ഭയങ്കര ഇവരുടേതായ ഒരു പ്രത്യേക രുചിയുണ്ട്. തട്ടുകടയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. പൊറോട്ടകൾ അടിച്ചുകൂട്ടുന്ന തിരക്കിലാണ് ഈ ഹിന്ദിക്കാരൻ. വളരെ 10 വർഷം. മാർച്ച് ആകുമ്പോൾ 10 വർഷം കഴിയും. 10 വർഷമായല്ലേ? 10 തീയതി ആകുമ്പം 10 വർഷമായി. എപ്പോഴാണ് തുറക്കുന്നത്? വൈകുന്നേരം എപ്പോഴാണ് തുടങ്ങുന്നത്? വൈകുന്നേരം 3:30 ആകുമ്പോൾ തുടങ്ങും. 3:30 ആകുമ്പോൾ തുടങ്ങും. എന്നിട്ട് എപ്പോൾ എത്ര മണി വരെ ഉണ്ട്? 1 മണി വരെ. 1 മണി വരെ. കഴിച്ച സ്ഥലം കോട്ടയത്ത് നിന്ന് കഞ്ഞിക്കുഴി പോകുന്ന വഴിക്ക് പ്ലാന്റേഷന് സമീപമുള്ള തട്ടുകട. പ്ലാന്റേഷന് സമീപം? അതെ അതെ, കഞ്ഞിക്കുഴി റൂട്ടല്ലേ? കഞ്ഞിക്കുഴി റോട്ടിലുള്ള. വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ മറ്റൊരു രുചിയെടുത്ത് വെച്ച് വീണ്ടും കാണാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർക്കുമല്ലോ. നന്ദി.